ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. സമയബന്ധിതമായി ക്ഷേമ പെൻഷൻ നൽകാത്തതിൽ പ്രതിഷേധിച്ച് CPIM ഭരിക്കുന്ന ദേശമംഗലം സഹകരണ ബാങ്കിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അർഹരായവർക്ക് സമയബന്ധിതമായി ക്ഷേമ പെൻഷൻ നൽകാതെ രാഷ്ട്രീയം കളിക്കുന്ന CPIM ഭരണസമിതിയുടെ നിലപാടിനെതിരെ ദേശമംഗലം സഹകരണ ബാങ്കിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. CPIM ഭരിക്കുന്ന സഹകരണ സൊസൈറ്റികൾ ഒന്നു തന്നെ പെൻഷൻ വിതരണം ചെയ്യാതിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള കിള്ളിമംഗലം സഹകരണ ബാങ്ക് ഈ മാസം 26-ാം തീയതി തന്നെ എല്ലാവർക്കും പെൻഷൻ നൽകിയിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ബോധപൂർവം പെൻഷൻ വൈകിക്കുന്ന ബാങ്ക് അധികൃതരുടെ നടപടിക്കെതിരെയായിരുന്നു കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് ട്രഷറർ ശിഹാബ് വറവട്ടൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. 25-ാം തീയതി രാവിലെ 11 മണിക്കാണ് ദേശമംഗലം സർവീസ് സഹകരണ ബാങ്കിലേക്ക് 50 ലക്ഷത്തിൽ കൂടുതലാകുന്ന 2500 കൂടുതൽ വരുന്ന അംഗങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഉത്തരവിറങ്ങിയതും UDF ദേശമംഗലം ചെയർമാൻ ഷഹീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K പ്രേമൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മഞ്ജുള, ബീന MS, പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ ചലിത, ഹരിദാസൻ, ജയലക്ഷ്മി, നേതാക്കളായ ഷറഫുദ്ദീൻ തങ്ങൾ, റിൻഷാദ് തലശ്ശേരി, ഹംസ ആറ്റുപുറം, കൃഷ്ണൻകുട്ടി, രാധാകൃഷ്ണൻ, നാസർ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു.